ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ധനുഷ് നെല്ലിശ്ശേരിയിലേക്ക് കയറി വന്നത് കണ്ട് അർച്ചന ധനുഷിനോട് ദേഷ്യപ്പെടുന്നു. തന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാനായി ഇങ്ങോട്ട് വരണ്ടായെന്നും അത് ഓഫീസിൽ തന്നെ സംസാരിക്കണമെന്നും. ഇത് കേട്ട ധനുഷ് പുഞ്ചിരിയോടെ പറഞ്ഞു, അതിന് ഞാൻ ഓഫീസ് കാര്യം പറയാനായി വന്നതല്ലോ എന്ന് ധനുഷ് പറഞ്ഞപ്പോ അർച്ചന ചോദിച്ചു, പിന്നെ താനെന്താ ഇവിടെ കയറി താമസിക്കാൻ വന്നതാണോ എന്ന് അർച്ചന അന്വേഷിച്ചപ്പോ ധനുഷ് പറഞ്ഞു, അതെ, അതിനുവേണ്ടി തന്നെ വന്നതാണ് ഞാൻ. അപ്പോ മേഡം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇനി മുതൽ എന്റെ താമസം ഈ നെല്ലിശ്ശേരിയുടെ ഔട്ട് ഹൗസിലാണ് എന്ന് വളരെ സന്തോഷപൂർവ്വം ധനുഷ് പറയുമ്പോ അർച്ചന ചോദിച്ചു, അത് തന്നോടാരാ പറഞ്ഞത്? ആരാ തനിക്ക് അതിനുള്ള അനുമതി തന്നത്? താൻ ഇവിടെ താമസിച്ചോളാൻ അതിനാരാ പറഞ്ഞത് എന്ന് അർച്ചന ദേഷ്യത്തോടെ ചോദിക്കുമ്പോ കൃത്യമായി തന്നെ അവിടേക്ക് നന്ദൻ എത്തുന്നു. നന്ദൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നത് കണ്ട് ഉടനെ ധനുഷ് പറഞ്ഞു, ദാ ആ വരുന്ന സാറിനോട് തന്നെ ചോദിച്ചാൽ മതി, എന്നെ ഇവിടെ ആരാണ് താമസിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ആരാ തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ധനുഷ് പുഞ്ചിരിയോടെ നന്ദനെ നോക്കി നിൽക്കുമ്പോ നന്ദൻ ഫോണിൽ സംസാരിച്ചതിന് ശേഷം അകത്തേക്ക് വന്നെത്തി. ആഹാ, ധനുഷ് എത്തിയോ എന്ന് ചോദിച്ച് നന്ദൻ കുശല അന്വേഷിച്ചതും ധനുഷ് പറഞ്ഞു, അത് പിന്നെ സർ, ഇന്ന് ആ ലോഡ്ജില് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ആ ലോഡ്ജിലെ ജീവനക്കാരനുമായിട്ട് ഞാനൊന്ന് ഉടക്കി. അത് ആകെ പ്രശ്നത്തിലായി. അവസാനം അയാൾ എന്നോട് ബാഗും എടുത്ത് ഇറങ്ങിക്കൊള്ളാനായി പറഞ്ഞു. ഞാൻ വേഗം ബാഗും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഇപ്പോ കിടപ്പാടം പോലും ഇല്ലാതെ അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് സർ. സാറ് പറഞ്ഞത് കേട്ട് ഇവിടെ താമസിക്കാമെന്നും ഞാൻ വിചാരിച്ചു. എന്താ സാർ അത്? സാറ് അന്ന് എന്നോട് പറഞ്ഞത് ശരിക്കും തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു, അതിനെന്താടോ, താൻ ഇവിടെ താമസിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല എന്നിങ്ങനെ നന്ദൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടേക്ക് സ്നേഹ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്നു. ഈ കാഴ്ച കണ്ട ഉടനെ തന്നെ ധനുഷ് സ്നേഹയെ നോക്കുമ്പോ പെട്ടെന്ന് അവന്തികയും വാതിക്കലേക്ക് എത്തി. അവന്തികയെ കണ്ട ഉടനെ തന്നെ ധനുഷ് അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അവന്തിക മേഡം, ഞാൻ ഇന്ന് മുതൽ ഇവിടുത്തെ ഔട്ട് ഹൗസിൽ താമസിക്കുകയാണ്. നന്ദൻ സാറ് എനിക്ക് അതിനുള്ള അനുമതി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ധനുഷ് സംസാരിക്കുമ്പോ അവന്തിക ശരിയെന്ന് തലകുലുക്കുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് സച്ചിയും എത്തി. മൊത്തത്തിൽ അവിടെ ഒരു നാടകം നടക്കുന്നത് പോലെ അർച്ചനയ്ക്ക് ആ നിമിഷം മനസ്സിലായി. സച്ചി അവിടേക്ക് വന്നത് നന്ദൻ സച്ചിയോട് പറഞ്ഞു, ഇന്നു മുതൽ ധനുഷും നമ്മളോടൊപ്പം ഈ വീട്ടിലുണ്ടാവും. അന്ന് ധനുഷിന് ഈ നാട്ടിലുള്ള താമസ സൗകര്യം റെഡിയായില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനാണ് പറഞ്ഞത് നമ്മുടെ ഔട്ട് ഹൗസിൽ വന്ന് താമസിച്ചോളാൻ എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു, അതിനെന്താ ഏട്ടാ, അത് നല്ല കാര്യമല്ലേ, ധനുഷ് ഇവിടെ കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ വലിയ സന്തോഷത്തോടെ ധനുഷ് സ്നേഹയും അവന്തികയും നോക്കി. സച്ചിക്കും വലിയ സന്തോഷമായെന്നറിഞ്ഞോടെ അർച്ചന ആകെ ടെൻഷനിലുമായി. ഉടനെ തന്നെ നന്ദൻ സ്നേഹയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ സ്നേഹയെ, നീ ധനുഷിന്റെ റൂമൊന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് നന്ദൻ സ്നേഹയെ ധനുഷിനോടൊപ്പം പറഞ്ഞു വിടുന്നു. ധനുഷ് അവന്തികയെ നോക്കി പുഞ്ചിരിക്കുന്നതൊക്കെ കൃത്യമായി അർച്ചന വാച്ച് ചെയ്തു. അതിനുശേഷം ധനുഷ് സ്നേഹയുടെ കൂടെ പോകാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അർച്ചനയെ നോക്കി ധനുഷ് ഒന്ന് ചിരിച്ചു. ഈ സമയത്ത് അവന്തിക ധനുഷിനെ നോക്കി ചിരിക്കുന്നതും രണ്ടുപേരും തമ്മിൽ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്ന കാഴ്ച അർച്ചന മനസ്സിലാക്കുന്നു. അതോടെ അർച്ചനയുടെ മനസ്സിൽ വീണ്ടും സംശയങ്ങൾ ഉണ്ടായി. ഈ സമയത്ത് അവന്തിക താൻ വിജയിച്ചു എന്ന ഭാവത്തിൽ അർച്ചനയെ നോക്കി ചെറിയൊരു പരിഹാസ ചിരിയോടെ അവന്തികയും തന്റെ റൂമിലേക്ക് പോകുന്നു. അർച്ചന ഇതെല്ലാം കണ്ട് ആകെ വിഷമത്തോടെ നിന്നു. ഈ സമയത്ത് എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചെന്നറിയാത്ത ആകെ നിരാശയിലായിരുന്നു അർച്ചന. അതിനുശേഷം ധനുഷുമായി സ്നേഹ റൂമിലേക്ക് എത്തി. ധനുഷിനെ സ്നേഹ റൂം കാണിച്ചു കൊടുത്തു. ഇതാണ് റൂം, എന്താ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചതും ഉടനെ ധനുഷ് അവന്തി അരികിൽ നിന്ന് സ്നേഹയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടോ, ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇഷ്ടമായി. അല്ലെങ്കിലും നെല്ലിശ്ശേരിയിലെ അല്ലേ എന്ന് ചോദിച്ചപ്പോ സ്നേഹ ചോദിച്ചു, മനസ്സിലായില്ല എന്ന് സ്നേഹ ധനുഷിനോട് പറഞ്ഞത്. ധനുഷ് പറഞ്ഞു, അല്ല, ഈ റൂമിന്റെ കാര്യം ഞാൻ പറഞ്ഞത് നെല്ലിശ്ശേരിയിലെ റൂമല്ലേ, അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെടാതെ വരുന്നത്? സത്യത്തിൽ എന്റെ ഒരു താമസ സൗകര്യം എന്ന് പറഞ്ഞാല് ഒരു കുഞ്ഞു കുടിസു മുറിയും അതിൽ ഒരു മേശയും മാത്രമിട്ട് അതിൽ കിടക്കാവുന്ന ഒരു സൗകര്യത്തിലായിരുന്നു ഞാനിവിടെ കഴിഞ്ഞത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് സ്വർഗമാണല്ലോ. എന്തായാലും ഇവിടെ ഇപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടവുമായി. എല്ലാവരോടും കൂടെ വളരെ സ്നേഹത്തോടെ ഒരു കുടുംബം എന്ന പോലെ എനിക്ക് ഇവിടെ എല്ലാവരോടും അടുത്തിടപഴകിയും സ്നേഹിച്ചും കഴിയാമല്ലോ. അല്ല, അതിനേക്കാളുപരി എനിക്ക് വീട്ടിൽ നിന്നുള്ള ഫുഡും കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ധനുഷ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ വയലിനിരിക്കുന്നത് ധനുഷ് കണ്ടത്. വേഗം തന്നെ ധനുഷ് അവിടേക്ക് ചെന്ന് വയലിനെടുത്തു. ആഹാ, ഇതിവിടെ വയലിനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം സ്നേഹ പറഞ്ഞു, അത് പിന്നെ ഇടയ്ക്ക് സന്ദീപ് ഏട്ടന് ഇങ്ങനെ ഒരു മോഹം തോന്നിയിരുന്നു വയലിൻ പഠിക്കണമെന്ന്. അങ്ങനെ വയലിൻ വാങ്ങി വെച്ചതാണ്.
കുറച്ചുനാൾ മറ്റോ പ്രാക്ടീസ് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ പിന്നാലെ പോയില്ല എന്ന് പറഞ്ഞപ്പോ ധനുഷ് വലിയ താല്പര്യത്തോടെ ആ വയലിൻ കയ്യിലേക്ക് എടുത്തു. ഇത് കണ്ടതോടെ സ്നേഹ ചോദിച്ചു, ധനുഷിന് അറിയാവോ വയലിൻ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു, എനിക്കും കുറച്ചുനാൾ ഇതിന്റെ ഒരു ഭ്രാന്ത് ഉണ്ടായിരുന്നു, കുറച്ചുനാൾ മാത്രമേ പോയുള്ളൂ എന്ന് പറഞ്ഞു ധനുഷ് അത് കയ്യിലെടുത്ത് വെറുതെ ഒന്ന് വയലിൻ നീളം വീട്ടിയപ്പോഴേക്കും അവിടെ നിന്ന് കേട്ട് തന്ന സ്നേഹ ചോദിച്ചു, അപശബ്ദമാണല്ലോ കേൾക്കുന്ന മുഴുവൻ എന്നിങ്ങനെ പറഞ്ഞതും ധനുഷ് ഒന്ന് ചിരിച്ചു. അതിനുശേഷം ധനുഷ് വളരെ ഭംഗിയായി ആ വയലിൽ ഒരു പാട്ട് നന്നായി ആ വയലിൽ പ്ലേ ചെയ്തു. ഇത് കണ്ട ഉടനെ അതിലങ്ങ് മയങ്ങി നിൽക്കുകയാണ് സ്നേഹ. സ്നേഹ ഒത്തിരി സന്തോഷപൂർവ്വം ധനുഷ് ആ വയലിൽ ആ പാട്ടങ്ങനെ വളരെ കൃത്യമായി തന്നെ ആ വയലിൻ വായിച്ച് കേൾക്കുന്നത് കണ്ട് അതിശയത്തോടെ ഇങ്ങനെ നോക്കി ആ പാട്ടിൽ അങ്ങനെ ലയിച്ചു നിന്നു സ്നേഹ. അവസാനം ധനുഷ് ആ പാട്ട് നിർത്തി കഴിഞ്ഞതും കണ്ണടച്ചങ്ങനെ സ്നേഹം നിൽക്കുന്നത് ധനുഷ് കണ്ടു. പെട്ടെന്ന് ഹലോ എന്ന് വിളിച്ചപ്പം സ്നേഹ ഞെട്ടിത്തെറിച്ചു നോക്കി. അപ്പോഴേക്കും സ്നേഹ പറഞ്ഞു, ഇതാണോ പറഞ്ഞ് പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചതും ധനുഷ് പറഞ്ഞു, ചെറിയ കുറച്ചൊക്കെ എന്ന് പറഞ്ഞപ്പോ, അല്ല സ്നേഹയ്ക്ക് വയലിന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചതും ഇഷ്ടമില്ലാതെയില്ല എന്ന് പറഞ്ഞപ്പോ ധനുഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വയലിൻ ഞാൻ പഠിപ്പിച്ചു തരാം, ഇടയ്ക്ക് ഇവിടെ വന്നാൽ മതി, ഞാൻ പഠിപ്പിക്കാം, എങ്ങനെയാ വയലിൻ പ്ലേ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ ധനുഷ് പറഞ്ഞു കൊടുക്കുമ്പോ സ്നേഹ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്നേഹ അവിടുന്ന് പോകാൻ തുടങ്ങി. എന്നാ ശരി എന്ന് പറഞ്ഞ് സ്നേഹ റൂമിൽ നിന്ന് പോകുമ്പോൾ ധനുഷ് സ്നേഹയെ നോക്കിയതിനു ശേഷം വീണ്ടും വയലിനുമായിട്ട് അവിടെ ഇരുന്നു. അതിനുശേഷം നന്ദന്റെ അരികിലേക്ക് അർച്ചന എത്തി. നന്ദേട്ട എന്ന് വിളിച്ചതും എന്താ അർച്ചനെ എന്ന് ചോദിച്ചപ്പോ നന്ദന് അരികിലെത്തി അർച്ചന ചോദിച്ചു, നന്ദേട്ടനടുത്ത് ഈ തീരുമാനം ശരിയാണെന്ന് നന്ദേട്ടന് തോന്നുന്നുണ്ടോ, ഒന്നുകൂടി ആലോചിച്ചിട്ടെടുത്താൽ പോരായിരുന്നോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ നന്ദൻ ചോദിച്ചു, എന്ത് തീരുമാനം അർച്ചന, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ നന്ദനോട് അർച്ചന ചോദിച്ചു, അല്ല നന്ദേട്ട, ഇവിടെ ഇപ്പോ ധനുഷിനെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിയതിനെ കുറിച്ചാ ഞാൻ ചോദിച്ചത് എന്ന് അർച്ചന പറഞ്ഞത് കേട്ട് നന്ദൻ പറഞ്ഞു, അത് പിന്നെ ധനുഷ് ഒരു നല്ല പയ്യനാണ്, ഒരു കുഴപ്പവും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ധനുഷിനെ ഇവിടെ താമസിച്ചോളാനായി പറഞ്ഞത് എന്ന് നന്ദൻ പറയുമ്പോ ഉടനെ അർച്ചന പറഞ്ഞു, നന്ദേട്ട അത് ഒന്നുകൂടി ആലോചിക്കേണ്ടായിരുന്നോ എന്ന് ചോദിച്ചത് കേട്ട് നന്ദൻ പറഞ്ഞു, അതെ ധനുഷ് സത്യത്തിൽ നമ്മുടെ കമ്പനിയിൽ എന്നെയും സച്ചിയും പോലെ തന്നെയുള്ള ഒരു നല്ലൊരു പോസ്റ്റിൽ തന്നെ ഇരിക്കുന്ന വ്യക്തിയാണ്. അത് മാത്രമല്ല ധനുഷിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ കാര്യവും അത് തന്നെയാണ്. അയാള് നമ്മുടെ കമ്പനിയിൽ അതുപോലൊരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി ഒന്ന് താമസ സൗകര്യം റെഡിയാക്കാതെ അയാൾ ഇങ്ങനെ ലോഡ്ജ് തോറും കയറി ഇറങ്ങുന്നത് നമ്മുടെ കമ്പനിക്ക് തന്നെ മോശമല്ലേ, അതാണ് എന്ന് നന്ദൻ അറിയിച്ചു. അത് മാത്രമല്ല അയാൾക്ക് ഹോസ്റ്റൽ ഹോട്ടൽ ഫുഡൊന്നും അത്ര പിടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ അയാളുടെ ആ വാക്കുകൾ കേട്ടപ്പോ എന്നാല് സാരമില്ല എന്ന് കരുതി അതാ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വന്നോളാൻ അറിയിച്ചത് എന്ന് നന്ദൻ അറിയിച്ചു. ഇത് കേട്ട ഉടനെ അത് മാത്രമല്ല നല്ലൊരു പേഴ്സണാലിറ്റിയാണ് ധനുഷിൻ്റെത്, കണ്ടിടത്തോളം അത്രയാ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് നന്ദൻ പറയുമ്പോ ഇതെല്ലാം കേട്ടു നിന്ന് അർച്ചന പറഞ്ഞു, നന്ദേട്ടൻ പറഞ്ഞതൊക്കെ ശരി തന്നെയായിരിക്കാം, പക്ഷെ ഞാൻ ചോദിച്ചത് അതൊന്നും അല്ല നന്ദേട്ടാ, കാരണം അയാള് പേഴ്സണലി എങ്ങനെയാന്ന് നമുക്കറിയത്തില്ല, പക്ഷെ അയാളുടെ ക്വാളിഫിക്കേഷനും കഴിവും ഒക്കെ നന്ദേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ കമ്പനിയെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം. പക്ഷെ ഞാനൊരു കാര്യം നന്ദേട്ടനോട് പറഞ്ഞത് വേറൊന്നുമല്ല, ഇവിടെ 2 പെൺകുട്ടികളുണ്ടല്ലോ, അനഘയും സ്നേഹയും, പ്രായപൂർത്തിയായ ആ 2 പെൺകുട്ടികൾ ഈ വീട്ടിലുള്ളപ്പോൾ ഇതുപോലെയുള്ള അപരിചിതനായ ഒരു ചെറുപ്പക്കാരനെ ഈ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കുന്നത് ശരിയാണോ എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത് എന്ന് അർച്ചന പറയുമ്പോ നന്ദൻ പറഞ്ഞു, അയ്യോ അതിനെക്കുറിച്ച് ഞാൻ ഓർത്തിരുന്നില്ല, അതാണ് സത്യം. പിന്നെ അർച്ചന, അങ്ങനെ ഒരു പ്രശ്നം ധനുഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അക്കാര്യത്തെക്കുറിച്ച് താൻ ആശങ്കപ്പെടേണ്ടതില്ല. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അനഘയുടെ കാര്യം ഞാൻ പറയുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ അർച്ചനയ്ക്ക്. പക്ഷേ സ്നേഹ അവൾ ഒരു കാരണവശാലും ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോവില്ല. അത് മാത്രമല്ല ധനുഷ് നമ്മൾക്ക് ഈ കുടുംബത്തിൽ ചേരാത്ത രീതിയിൽ എന്തെങ്കിലും പെരുമാറ്റമോ അതുപോലെയുള്ള എന്തെങ്കിലും പ്രവൃത്തി ധനുഷിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നറിഞ്ഞാൽ ആ നിമിഷം നമുക്ക് അയാൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചേക്കാം, എന്താ പോരെ എന്ന് ധനുഷ് ചോദിച്ചു. ധനുഷിനെ കുറിച്ച് നന്ദൻ അന്വേഷിച്ചു. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ തന്നെ കാരണം ധനുഷിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന ഒരു ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ അർച്ചന ആകെ നിരാശയിലായി. ധനുഷ് ഇവിടേക്ക് വന്നിരിക്കുന്നത് മറ്റെന്തോ ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്ന് അർച്ചനയ്ക്ക് അപ്പോഴേക്കും മനസ്സിലായി. ഈ സമയത്ത് നന്ദൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ധനുഷിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന സ്നേഹ
അകത്തേക്ക് കയറി വന്നതും അർച്ചന സ്നേഹയെ നോക്കി. അർച്ചന ദേഷ്യത്തോടെ സ്നേഹയെ നോക്കി നിൽക്കുന്നത് കണ്ട് സ്നേഹ വളരെ പേടിയോടെ അരികിലേക്ക് വന്നതും അർച്ചന സ്നേഹയെ ശകാരിച്ചു. ഞാൻ ഇന്നലെ നിന്നെ വാൺ ചെയ്തതായിരുന്നോ? ഇപ്പോ ഇന്ന് നീ എന്തിനാ ആ ധനുഷിനെ റൂമൊക്കെ കാണിച്ചു കൊടുക്കാനായി പോയത്? ഇവിടെ വേറെ ആരുമില്ലേ എന്ന് ചോദിച്ചതും സ്നേഹ പറഞ്ഞു, അത് പിന്നെ എടുത്തി ഞാൻ പോയത് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് പറയാനായി ഒരുങ്ങുമ്പോ അർച്ചന പറഞ്ഞു, അതെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാണല്ലോ, ഇതുപോലെ പല അപരിചിതരും നമ്മുടെ വീട്ടിൽ വരികയും അവരിതുപോലെയുള്ള പല കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്ന് വെച്ച് നമ്മൾ നിൽക്കേണ്ടടുത്ത് നിൽക്കണം, മനസ്സിലായോ? ഈ വീട്ടിൽ നീയല്ല ഇതെല്ലാം ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി നീ ഓർമ്മിച്ചോ, ഇന്നത്തെ കാലത്ത് ഒരു തെറ്റ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പെൺകുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇവിടെ നിനക്കിതൊക്കെ പറഞ്ഞു തരാൻ അവന്തിക ഏട്ടത്തി എന്തായാലും അതിനൊന്നും ഒരു കാരണവശാലും മെനക്കെടില്ല. പിന്നെ അമ്മയുടെയും ഏട്ടത്തിയുടെയും ഒക്കെ സ്ഥാനത്ത് നിന്ന് ഞാനതൊക്കെ നിന്നോട് പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മോളെ. നീ ഇനി എന്നെ കൊണ്ട് ഇതുപോലെ ഒന്നും പറയാനുള്ള അവസരം ഉണ്ടാക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസവും ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇനിയും ഇതുപോലെ ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന് പിന്നാലെ നടക്കാനുള്ള അവസരം നീ ആയിട്ടുണ്ടാക്കരുത്. അത്രേ എനിക്ക് പറയുവാനുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും അർച്ചന സ്നേഹയെ ശകാരിച്ചു. അപ്പോഴേക്കും സ്നേഹ പറഞ്ഞു, എടുത്തി അതിന് ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, അതേ മോളെ നീ കൊച്ചുകുട്ടിയല്ല, അത് തന്നെയാണ് എന്റെ പേടിയും. ഇന്നത്തെ ഈ പ്രായം, ഇത് ഈ പക്വതയിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപുള്ള ഈ ഒരു സമയം, ഈ ഒരു പ്രായം, അത് വല്ലാത്തൊരു പ്രായം തന്നെയാണ് മോളെ. നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ട സമയവും അതാണ്. ഈ ഏടത്തിയുടെ ആധിയും ആശങ്കയും നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏടത്തിക്ക് വല്ലാത്ത ആധിയുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം. എന്തായാലും ഇനി മോള് സൂക്ഷിക്കണം. ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങളോ ഇതുപോലെയുള്ള സാഹചര്യങ്ങളോ ഒരു കാരണവശാലും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുന്നു. ആകെ നിരാശയോടെയും വിഷമത്തോടെയും സ്നേഹ അങ്ങനെ നിൽക്കുമ്പോൾ അന്ന് വൈകിട്ട് അവന്തിക ബാൽക്കണിയിലേക്ക് വന്ന് ധനുഷിന്റെ ഫോണിലേക്ക് വിളിച്ചു. ധനുഷ് കോൾ എടുത്തതും അവന്തിയോട് ചോദിച്ചു, അതെ എന്തൊരു കഷ്ടമായത്, ഇത്രയും അടുത്ത് വന്നിട്ടും ഒന്ന് കാണണമെങ്കിൽ തന്നെ നേരവും കാലവും നോക്കണല്ലോ. മറ്റേത് നേരത്തെ ദൂരെയായിരിക്കുമ്പോ ഒന്ന് ഫോണിൽ സംസാരിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇത് നിന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കുമ്പോ ഇഷ്ടത്തിന് എനിക്ക് എന്റെ ആഗ്രഹത്തിനൊത്ത് നിന്നെ കാണാൻ കഴിയല്ലോ എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതും ഇല്ലാതായല്ലോ എന്ന് ധനുഷ് പറയുമ്പോ അമന്തിയ പറഞ്ഞു, ഓ അത് ശരി, അറിയാവല്ലോ ഇവിടെയുള്ള എണ്ണങ്ങളുടെ പ്രത്യേകത, എത്ര എണ്ണം ഉണ്ട് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാത്തിന്റെയും കണ്ണു വെട്ടിച്ച് വേണ്ടേ എനിക്ക് ഫോൺ ചെയ്യാനും കാണാനും ഒക്കെ എന്ന് അവന്തിക ചോദിച്ചു. ഇത് കേട്ട ഉടനെ ധനുഷ് പറഞ്ഞു, അല്ല എനിക്ക് നിന്നെ ഒന്ന് കാണണം, അതിന് ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോ ഉടനെ അവന്തി ചോദിച്ചു, ആഹാ അപ്പോ എന്നെ കാണുന്ന ഭയങ്കര മോഹമാണോ എന്ന് ചോദിച്ചതും ധനുഷ് പറഞ്ഞു, അതെ നിന്നെ ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ വേഗം ഈ പുറത്തേക്ക് ഇറങ്ങി വാ, അപ്പോ ഞാൻ പറയാം, ആ കാർ പാർക്കിങ്ങിന് അരികിലേക്ക് വാ. ഈ സമയത്ത് ധനുഷ് ചോദിച്ചു, ദാ ഞാൻ അവിടെ എത്തി, ഇനി എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചതും മുകളിലേക്ക് നോക്ക് എന്ന് പറഞ്ഞതും വേഗം മുകളിലേക്ക് ധനുഷ് നോക്കി. ആകാശത്തേക്ക് നോക്കുന്ന കണ്ട് അവന്തിയ പറഞ്ഞു, എടാ പൊട്ടാ, മുകളിലേക്ക് നോക്കാൻ പറഞ്ഞ ആകാശത്തേക്കല്ല, നീ തിരിഞ്ഞു എന്നിട്ട് ഈ ബാൽക്കണിയിലേക്ക് നോക്ക്. അപ്പോഴേക്കും വേഗം ധനുഷ് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോ അവിടെ അവന്തിക നിൽക്കുന്നത് കണ്ടു. അവന്തിക ഹായ് എന്ന് പറഞ്ഞ് ധനുഷിനെ കൈ ഉയർത്തി ഹായ് പറയുകയും രണ്ടുപേരും അങ്ങനെ സംസാരിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ധനുഷിനോട് അവന്തിയ പറഞ്ഞു, എന്താ ഇപ്പൊ ആ ഒരു സങ്കടം മാറിയില്ലേ എന്ന് ധനുഷിനോട് അന്വേഷിച്ചതും ധനുഷ് പറഞ്ഞു, ഇപ്പൊ എനിക്ക് സന്തോഷമായി. എന്നിട്ട് ധനുഷ് അവന്തിയെ തന്നെ നോക്കുന്നത് കണ്ട് അവന്തി ചോദിച്ചു, എന്താ ഇങ്ങനെ ഒരു നോട്ടം, എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു, അതെ ഓരോ തവണ നിന്നെ കാണുമ്പോഴൊക്കെ ആദ്യമായിട്ട് നിന്നെ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നത് എന്ന് ധനുഷ് പറഞ്ഞതും അവന്തിയെ പറഞ്ഞു, ഓഹോ ശരി, ഇത് സാധാരണ പൈങ്കിളിയായി ഡയലോഗായിട്ട് സാധാരണ കാമുകന്മാർ കാമുകിയോട് പറയുന്ന പൈങ്കിളി ഡയലോഗാണല്ലോ ഇത്, എങ്കിലും കുഴപ്പമൊന്നുമില്ല, കേൾക്കാൻ ഒരു രസമുണ്ട് എന്ന് അവന്തിക അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ ധനുഷിനോട് അവന്തിക സംസാരിക്കുന്നതിനിടയിൽ അവന്തി ചോദിച്ചു, അതെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അല്ല സ്നേഹയുമായിട്ട് എന്താ ഒരു കൊഞ്ചിക്കുഴയിലൊക്കെ, അതെന്ത് കാരണത്ത് എന്തിനാ അങ്ങനെ എന്ന് അവന്തിക്ക് ചോദിച്ചത് കേട്ട് ധനുഷ് പറഞ്ഞു, ഓ അതോ, അതിലെന്താ നിനക്ക് എന്നാ സംശയമാണോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ്. ചിലപ്പോ എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഞാൻ അങ്ങനെയല്ല, ചിലപ്പോ ആ അർച്ചനയെ പോലും ഇതുപോലെയൊക്കെ പാട്ടിലാക്കിയെന്നിരിക്കും. അതൊന്നും നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് ഓർത്ത് നീ ആശങ്കപ്പെടുകയും വേണ്ട എന്ന് പറഞ്ഞപ്പോ
ധനുഷിനോട് അവന്തിക പറഞ്ഞു, അതെ, സ്വന്തം ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയോട് ഇതുപോലെ കൊഞ്ചിക്കൊഴയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു സാധാരണ സ്ത്രീക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാനാകാത്ത കാര്യമാണ് എന്ന് അവന്തിക പറഞ്ഞപ്പോ ധനുഷ് പറഞ്ഞു, എന്താ നിനക്ക് എന്നെ സംശയമായി തുടങ്ങിയോ? പക്ഷേ അവന്തിയെ, നീ അങ്ങനെ ഒരു സാധാരണ സ്ത്രീ അല്ലല്ലോ, നീ ധനുഷിന്റെ കാമുകിയല്ലേ എന്ന് ചോദിച്ച് വേഗം ധനുഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്തിരിഞ്ഞ് ധനുഷിന്റെ കാമുകിയല്ലേ എന്ന് അവന്തികയോട് ചോദിക്കുമ്പോ ധനുഷിനോട് അവന്തി ചോദിച്ചു, അതെന്താ നീ എന്നെ മുഖത്ത് നോക്കി അങ്ങനെ പറയാത്തത്? നീ തിരിഞ്ഞു നിന്ന് നിന്റെ കാമുകി എന്ന് പറയുന്നത് എന്ന് ധനുഷിനോട് അവന്തിക അന്വേഷിച്ചു. അത് കേട്ട ധനുഷ് പറഞ്ഞു, അതെ, ചില കാര്യങ്ങൾ നിന്റെ മുഖത്ത് നോക്കി പറയാൻ എനിക്കിപ്പോഴും ചമ്മലാണ്. അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും തൽക്കാലം അതൊന്നും കണ്ട് നീ ആശങ്കപ്പെടേണ്ടതില്ല. അവരൊക്കെ നമ്മുടെ അറിവുമാടുകളായതുകൊണ്ട് ഞാൻ ഏതറ്റം വരെ പോയാലും അതിൽ നീ ആശങ്കപ്പെടേണ്ടതില്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്രയും വേഗം എത്തിച്ചേരുക, അതിനുശേഷം നമ്മൾ എല്ലാം സ്വന്തമാക്കി ഇവിടെ നിന്ന് മടങ്ങുക, അത്രമാത്രം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവന്തിക ധനുഷ് ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്നത് കണ്ട് താഴെ നന്ദൻ ധനുഷിനരികിലേക്ക് നടന്നു വരുന്നത് മുകളിൽ നിന്ന് അവന്തിക കാണാനിടയായി. അവന്തികയോട് ധനുഷ് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് നന്ദൻ പിന്നാലെ എത്തി ഹലോ എന്ന് വിളിച്ചത്. ധനുഷ് വേഗം പിന്തിരിഞ്ഞു നോക്കിയ നന്ദനെ കണ്ടതും ഞെട്ടലോടെ കോള് കട്ടാക്കുകയും നേരെ ബാൽക്കണിയിലേക്ക് നോക്കുകയും ചെയ്തു. അവിടെ എപ്പോഴേക്കും അവന്തികയെ കാണാതെയുമായി. ഇത് കണ്ട ഉടനെ നന്ദൻ ചോദിച്ചു, എന്താ വല്ല കോളിലുമായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല സാർ. അപ്പോഴാണ് നന്ദൻ ചോദിച്ചത്, അതെ, ഞാൻ ചോദിച്ചത് വേറൊന്നുമല്ല, കോളിലായിരുന്നോ എന്ന് ചോദിച്ചേ, അല്ല ലൈനോ മറ്റോ ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ നന്ദനോട് ധനുഷ് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല സാർ, ഞാനേ അമ്മയോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു, സാറിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ നന്ദൻ പറഞ്ഞു, അത് ശരി, അപ്പോ അമ്മയെ വിളിച്ചിരുന്നതല്ലേ എന്ന് ചോദിച്ചതും ധനുഷ് പറഞ്ഞു, അതെ, ഇടയ്ക്ക് ഈ ഓഫീസർക്കൊക്കെ കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ട് എന്ന് ധനുഷ് പറയുമ്പോ നന്ദൻ പറഞ്ഞു, അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ഒരു പ്രത്യേകിച്ച് സമയമൊന്നും മാറ്റി വെക്കേണ്ടതില്ല. എത്ര തിരക്ക് പിടിച്ച സമയത്താണ് അമ്മ വിളിക്കുന്നതെങ്കിലും അമ്മയുടെ കോള് അറ്റൻഡ് ചെയ്യണം. അതിന് ഒരു വാക്കെങ്കിൽ ഒരു വാക്ക് സംസാരിച്ചതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം അമ്മയെന്ന് പറയുന്നത് നമ്മൾക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ്. അമ്മയുള്ളപ്പോ അമ്മയുടെ ആ വില നമ്മൾ മനസ്സിലാക്കില്ല. സത്യത്തിൽ ഇപ്പോ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ എന്നൊരു വാക്ക് ഞാൻ പറയുന്നത് പോലും. അമ്മയൊന്ന് കാണാനും അമ്മയൊന്ന് വിളിക്കാനും വല്ലാത്ത മോഹം മനസ്സിൽ തോന്നുന്നുണ്ട് എന്ന് നന്ദൻ അറിയിച്ചു. അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു, അതെ സാർ, അമ്മ എന്നോട് എപ്പോഴും പറയും സാറിനോട് വലിയൊരു നന്ദി പറയണമെന്ന്. കാരണം ഇപ്പോ എനിക്ക് താമസിക്കാനും ഭക്ഷണത്തിനും ഒക്കെ സൗകര്യം ഒരുക്കി തരികയും ഇങ്ങനെ ഒരു ജോലി തരികയും ചെയ്തതിന് എന്ന് പറഞ്ഞപ്പോ ധനുഷിനോട് നന്ദൻ പറഞ്ഞു, അങ്ങനെയൊന്നും വേണ്ട, നന്ദിയൊന്നും വേണ്ട, അമ്മയോട് പറഞ്ഞേക്ക് എന്റെ അന്വേഷണം കൂടി എന്ന് പറഞ്ഞതും ധനുഷ് പറഞ്ഞു, എന്തായാലും സാർ എനിക്ക് ചെയ്തു തന്ന ഈ ഉപകാരങ്ങൾക്കൊക്കെ സാറ് പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിഫലം ഞാൻ സാറിന് തന്നിരിക്കും. അത് തീർച്ചയാണ്. സാറ് ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഞാൻ തരുന്ന പ്രതിഫലം സാറിന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്തതുമായിരിക്കും എന്ന് പറഞ്ഞതും ധനുഷിന്റെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് നന്ദൻ നിൽക്കുന്നു. എന്നാ ശരി എന്ന് പറഞ്ഞ്, ഇവിടെ അസൗകര്യമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം നന്ദൻ അകത്തേക്ക് കയറി പോകുമ്പോൾ ധനുഷ് നെല്ലിശ്ശേരി കുടുംബത്തിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും താൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞുവെന്നും ഇനി എന്താണ് വേണ്ടതെന്ന് മാത്രം കൃത്യമായി തന്റെ കണക്ക് കൂട്ടലുകൾ അതുപോലെ തന്നെ നടപ്പിലാക്കുമെന്നും മനസ്സിൽ ഓർത്തുകൊണ്ട് ധനുഷ് അങ്ങനെ പുഞ്ചിരിയോടെ നന്ദൻ അവിടെ നിന്ന് പോകുന്നത് ഒന്നുകൂടി ഒരു പകയോടെ നോക്കി നിൽക്കുന്നു. അടുത്ത എപ്പിസോഡിൽ അർച്ചന സച്ചിയുടെ അരികിലെത്തി ആശങ്കയോടെ പറയുന്നു, ധനുഷ് എന്ന് പറയുന്ന വ്യക്തി വെറുതെ വന്നതല്ല ഇങ്ങോട്ട്. അയാളുടെ ഇവിടേക്കുള്ള വരവിന്റെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. അത് കേട്ട സച്ചി ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോ അർച്ചന പറഞ്ഞു, അയാളെ ഈ നാട്ടിലേക്ക് ആരോ വിളിച്ചു വരുത്തിയതാണ്, അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള ആരോ ഒരാൾ അയാളെ മനഃപൂർവ്വം വിളിച്ചതാണ് എന്ന് അർച്ചന സച്ചിയെ ഓർമ്മിപ്പിക്കുമ്പോൾ സച്ചിയുടെ മനസ്സ് മുഴുവൻ പല സംശയങ്ങൾ കൊണ്ടും നിറയുന്നു.